നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചൊവ്വയുടെ രാശിമാറ്റത്തെക്കുറിച്ചുള്ള വിഷയമാണ്. ചൊവ്വ ഇടവം രാശിയിൽ നിന്നും തൻ്റെ ശത്രുക്ഷേത്രമായ മിഥുനം രാശിയിലേക്ക് ചാരവശാൽ സഞ്ചരിക്കുന്നു. ചിങ്ങം 10-ാം തീയതി, അതായത് ഓഗസ്റ്റ് മാസം 26-ാം തീയതി. സാധാരണ ചൊവ്വ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് ഉദ്ദേശം 45 ദിവസത്തോളം സമയമെടുക്കുന്നു. ഇവിടെ ഓഗസ്റ്റ് 26-ന് മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ചൊവ്വ ഒക്ടോബർ 20-ാം തീയതി വരെ ഉദ്ദേശം 54 ദിവസം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഇനി നിങ്ങൾ അറിയണം, ഇത്രയും കാലം ചൊവ്വ ഇടവൻ രാശിയിലായിരുന്നു. ഇടവം ചൊവ്വയുടെ അടുത്ത സുക്ഷേത്രമാണ്. പക്ഷേ മിഥുനം രാശി ചൊവ്വയ്ക്ക് അങ്ങേയറ്റം ശത്രുവായ രാശിയാകുന്നു. ജീവ ഇന്ദു ഉഷ്ണകരാഹ കുജസ്യ സുഹൃദൗ ജ്ഞഹ അരിഹി. ബുധൻ അങ്ങേയറ്റം പരമശത്രുവാകുന്നു. ബുധനാണെങ്കിൽ ചൊവ്വയോട് സമത്വമാണ്. അങ്ങനെ ശത്രുക്ഷേത്രത്തിലാണ് ചൊവ്വ പ്രവേശിക്കുന്നത്. എന്താണ് ഒരു ഗ്രഹം ശത്രുഗ്രഹത്തിൽ പ്രവേശിച്ചാലുള്ള ഫലമെന്നുകൂടി നിങ്ങൾ അറിയണം. ഗതേഗ്രഹേ ശത്രുഗ്രഹം നികൃഷ്ടതാം പരാന്നവൃത്തിയും പരമന്ദിരസ്ഥിതിം ച അകിഞ്ചനത്വം രിപു പീഡനം സദാ സ്നിഗ്ധോപി തസ്യാപി രിപുത്വം ആപ്നുയാത്. ഒരു ഗ്രഹം ശത്രുഗ്രഹത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ അവിടെ സ്നിഗ്ധ അഭി, താൻ ഏറ്റവും സ്നേഹിച്ച വ്യക്തി പോലും തന്നോട് അതിരിപുത്വം അങ്ങേയറ്റം ശത്രുതയോടുകൂടി പെരുമാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരമന്ദിരസ്ഥിതി, അന്യൻ്റെ വീട്ടിൽ താമസിക്കേണ്ടി വരുന്ന അവസ്ഥ വരുന്നു. പരാന്നവൃത്തിയും, അന്യനെ കൊണ്ട് അന്യൻ്റെ ഭക്ഷണം കൊണ്ട് തനിക്ക് തൻ്റെ വിശപ്പ് അകറ്റേണ്ടി വരുന്നു. അകിഞ്ചനത്വം, ദാരിദ്ര്യമുണ്ടാകുന്നു. എപ്പോഴും ശത്രുക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു. പക്ഷേ ഇവിടെയും ഈ ചാരവശാൽ ഓഗസ്റ്റ് 26-ാം തീയതി ചൊവ്വ മാറുമ്പോൾ, ചൊവ്വ മിഥുനത്തിലേക്ക് വരുമ്പോഴും ബുധൻ അന്ന് കർക്കിടക രാശിയിൽ നിൽക്കുന്നു, വക്രിയായിട്ട് നിൽക്കുന്നു. അതിനാൽ ഇവിടെ ഗ്രഹങ്ങൾ പരസ്പരം തൽക്കാല സുഹൃത്തുക്കളാണ്. അന്യോന്യസ്യ ധനവ്യയ ആയ സഹജ വ്യാപാര ബന്ധുസ്ഥിതാഹ തൽക്കാലി സുഹൃതഃ. ഒരു ഗ്രഹം എത്ര ശത്രുക്കളാണെങ്കിലും പരസ്പരം 2, 12, 3, 10 ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ അവർ തൽക്കാല സുഹൃത്തുക്കളാകുന്നു എന്ന ഒരു ഫലത്തിൽ ഈ ശത്രുഗ്രഹസ്ഥിതി ഉണ്ടെങ്കിലും തൽക്കാല സുഹൃത്തുക്കളായി നല്ല ഫലത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇനി ആരാകുന്നു ജ്യോതിഷത്തിൽ ചൊവ്വ എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ചൊവ്വ സത്വകാരകനാകുന്നു. ഇളകാത്ത മനസ്ഥിതി, ധൈര്യം, സാഹസികത, എന്തിനേയും നേരിടുവാനുള്ള ചങ്കൂറ്റം, ഇതൊക്കെ നാം ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ. ഇറ്റ് ഇസ് എ വാരിയർ പ്ലാനറ്റ്, യോദ്ധാവാണ്. ജ്യോതിഷത്തിൽ സൂര്യൻ രാജാവും ചന്ദ്രൻ രാജ്ഞിയും ബുധൻ രാജകുമാരനും ചൊവ്വ സേനാനായകനുമാകുന്നു. അതിനാൽ സേനാനായകനായ ചൊവ്വയുടെ ഓരോ ഭാവത്തിലേക്കുള്ള മാറ്റങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള വ്യക്തികൾക്ക് എപ്രകാരമാണ് ശുഭാശുഭ ഫലത്തെ പ്രദാനം ചെയ്യുന്നതെന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, ചൊവ്വയുടെ ഈ ചാരവശാലുള്ള മാറ്റത്തിൽ നാം അടുത്തതായി ചർച്ച ചെയ്യുന്നത് മകരം, കുംഭം, മീനൻ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ്. മകരം രാശി എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമാകുന്നു. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര കൂട്ടമാകുന്നു മകരം രാശി. ഇന്ന് മകരം രാശിക്കാർക്ക് ചൊവ്വ 6-ാം ഭാവത്തിലേക്ക് പോകുന്നു. 6-ാം ഭാവത്തിൽ പാവഗ്രഹം നിൽക്കുകയാണെങ്കിൽ ഏറ്റവും അനുകൂലമായ ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ബലവാൻ ശത്രുജിതശ്ച ശത്രുയാതെ, ബലവാനും ശത്രുക്കളെയും നശിപ്പിക്കും 6-ലെ ചൊവ്വ എന്ന്. അതിനാൽ മകരം രാശിക്കാരെ സംബന്ധിച്ചോളം ചൊവ്വ വളരെ ഗുണമാകുന്നു. 2 വിഷയങ്ങളാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വയുടെ ധർമ്മമായി കണക്കാക്കുന്നത്. ഒന്ന് 4-ാം ഭാവം, മറ്റൊന്ന് 11-ാം ഭാവം. 4-ാം ഭാവം എന്നാൽ മാതാ സുഹൃത്ത് മാതുല ഭാഗിനേയ ക്ഷേത്രം സുഖം വാഹനം ആസനം ച ലാളിത്യം അംഭശയനം ച വൃത്തിയത് പശ്വാധികം ഭേഷ്മ ഗൃഹാചതുർത്ഥാത്. അപ്പോൾ നാൽക്കാലികളെ ചിന്തിക്കണം, തൻ്റെ വീടിനെ പറ്റി ചിന്തിക്കണം, ഭൂമിയെപ്പറ്റി ചിന്തിക്കണം,
മാതാവിനെ ചിന്തിക്കണം, അമ്മാവന്മാരെ പറ്റി ചിന്തിക്കണം, മരുമക്കളെ പറ്റി ചിന്തിക്കണം. ഇവിടെ 4-ാം ഭാവാധിപത്യമുള്ള അമ്മാവന്മാർ, മരുമക്കളൊക്കെ ചിന്തിക്കുന്ന, സുഹൃത്തുക്കളെ പറ്റി ചിന്തിക്കേണ്ടുന്ന ഗ്രഹമായ ചൊവ്വ 6 നിൽക്കുമ്പോൾ ഇവരൊക്കെ ശത്രുക്കളായി വരും. അപ്പോൾ തനിക്ക് ഇവരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ വിജയിക്കേണ്ട സമയമാകുന്നു. അവിടെയും ആത്മനിയന്ത്രണം വളരെ പാലിക്കണം, അല്ലെങ്കിൽ വീട്ടിലെ സമാധാന അന്തരീക്ഷം വളരെയധികം തകർന്നു പോകും ഈ ചൊവ്വ കാരണം. അതിനാൽ അനാവശ്യമായ വീറും വൈരാഗ്യവും വാശിയും പരമാവധി ഉപേക്ഷിക്കുക മകരൻ രാശിക്കാർ. ഇവിടെ 11-ാം ഭാവാധിപത്യവും ചൊവ്വയ്ക്കുണ്ട്. ആ ഗ്രഹമാണ് 6 നിൽക്കുന്നത്. 11-ാം ഭാവമെന്നാൽ തനിക്ക് എല്ലാ രീതിയിലും വരേണ്ടുന്ന ലാഭങ്ങളൊക്കെയാകുന്നു. അത് 6-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ അത് ബലാത്കാരമായി താൻ നേടും. പരാക്രമത്തിലൂടെ തനിക്ക് കിട്ടേണ്ടതൊക്കെ പിടിച്ചു പറിക്കാൻ ഈ ചൊവ്വ ധൈര്യം കാണിക്കും. ചൊവ്വ സാഹസികനാകുന്നു. അതിനാൽ ചൊവ്വയുടെ ഈ 6-ാം ഭാവസ്ഥിതി വളരെയധികം ഗുണകരമാകുന്നു മകരൻ രാശിക്കാർ. വിവേകത്തോടുകൂടി പെരുമാറണമെന്ന് മാത്രം, ആരുടെയും ശാപം വാങ്ങി വെക്കരുത്. ഇപ്രകാരം ചൊവ്വ ഒരു ഭാഗത്ത് ശത്രു നിഗ്രഹണം നടത്തി കാര്യങ്ങളെ വളരെ ഫാസ്റ്റായി നീക്കുന്ന അവസരം, മറുഭാഗത്താണെങ്കിൽ ചൊവ്വാഗ്രഹത്തെ രോഗവിഷയത്തിലും നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മകരൻ രാശി അധകൃശഃ, ശരീരത്തിൻ്റെ ശാരീരിക ഭാരം ഉടൽ മുതൽ മുകളിലോട്ട് കൂടുതലും താഴ്ന്ന ഭാഗം, താഴോട്ടുള്ള ഭാഗം ദുർബലവുമാണ്. അതിനാൽ പാദങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങളും പ്രയാസങ്ങളും നടുസംബന്ധമായ ബുദ്ധിമുട്ടുകളും ഈ സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ 54 ദിവസം മകരൻ രാശിക്കാരെ സംബന്ധിച്ചോളം പല കാര്യത്തിലും വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന സമയമാണ്. പൂർവികമായ സ്വത്ത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ കയ്യിൽ നിന്നും കൈവശം വരിക, വിറ്റ് കാശുണ്ടാക്കേണ്ട സമയമാകുന്നു. പക്ഷേ ആ കാശും ഉപയോഗിക്കുന്ന വിധം വളരെയധികം ശ്രദ്ധിക്കുക. എത്ര കാശ് വന്നാലും വിലയേത, അനാവശ്യമായി നശിച്ചു പോകുന്നൊരു ഫലം ഞാൻ മുമ്പ് ചമത്കാര ചിന്താമണിയിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ പരിഹാരം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും പഞ്ചാമൃതം, ത്രിമധുരം, ഇരട്ടിപ്പായസം, സുബ്രഹ്മണ്യ പൂജ ഒക്കെ വഴിപാടായി നിങ്ങൾ സമർപ്പിക്കേണ്ടത്. അടുത്തതായി പ്രിയമുള്ള പ്രേക്ഷകരെ നാം ചർച്ച ചെയ്യുന്നു കുംഭം രാശിക്കാരുടെ ഈ ചൊവ്വയുടെ ചാരവശാലുള്ള മാറ്റവും ശുഭാശുഭ ഫലങ്ങളുമാണ്. കുംഭം രാശി എന്നാൽ നിങ്ങൾക്കിന്ന് സുപരിചിതമാണ്. അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം നക്ഷത്രം, പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര കൂട്ടമാകുന്നു കുംഭം രാശി. കുംഭം രാശിക്കാർക്ക് ചൊവ്വ സഹോദരങ്ങളെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു. അതേ രീതിയിൽ ചൊവ്വ അവരുടെ കർമ്മഭാവത്തെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹവുമാകുന്നു. ഇന്ന് സ്വതവേ കുംഭം രാശിക്കാർക്ക് വക്രിയായി ശനി സഞ്ചരിക്കുന്നു, ബലവാനായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ചൊവ്വ കഴിഞ്ഞ 45 ദിവസം ഇവർക്ക് കുംഭം രാശിക്കാർക്ക് ഭൂമിപരമായ ലാഭങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ടാകാം. ഇന്ന് 5-ൽ നിൽക്കുമ്പോൾ അസുതോ ധനവർജിത സ്ത്രികോണ എന്ന ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. അസുത സന്താന ശ്രേയസ്സിനെ അങ്ങേയറ്റം ചൊവ്വ സപ്പോർട്ട് ചെയ്യില്ല, അനുഗ്രഹിക്കില്ല. കുജപഞ്ചമേ ജാഡരാഗ്നിർ ബലിയാൻ ന ജാതം നിഹന്തി ഏകമേവ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. 5-ൽ ചൊവ്വ വരികയാണെങ്കിൽ സന്താനത്തിന് അങ്ങേയറ്റം ക്ലേശങ്ങളുണ്ടാകും. ഗർഭിണികളാണെങ്കിൽ ഗർഭം അലസിപ്പോകുന്നു. ആദ്യത്തെ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഗർഭം അലസിപ്പോകുന്ന ഒരവസ്ഥ സംജാതമാക്കുന്നു. ധനവർജിത, സാമ്പത്തിക വിഷയത്തിലേക്കും തനിക്ക് ലഭിക്കേണ്ടുന്ന കാശുകളൊക്കെ കിട്ടാതെ ബ്ലോക്കാക്കുന്നു ഈ 5-ാം ഭാവത്തിലെ ചൊവ്വ. കുജപ്പഞ്ചമേ ജാഡരാഗ്നിർ ബലിയാൻ, അങ്ങേയറ്റം ബലമുള്ള ജഠരാഗ്നി ഉണ്ടാകും. 5-ൽ ചൊവ്വയുള്ള വ്യക്തികൾക്ക് ഒരിക്കലും ഭക്ഷണം കഴിച്ചാൽ തൃപ്തിയാവില്ല, മതിയാകില്ല. തദാനിയും അനൽപാമതി കിൽബിഷേബി, വളരെയധികം പാപരതി, പാവവാസന ഉണ്ടാകുന്നു. പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതികാര മനോഭാവം മനസ്സിൻ്റെ ഉള്ളിൽ വളരെയധികം ഇവർ കാണിക്കുന്നു. പക്ഷേ അവസാനം പശ്ചാത്തപിക്കുകയും ചെയ്യുന്നു. ഒരു വ്യക്തിയെ നശിപ്പിക്കുവാനുള്ള ബുദ്ധി മുഴുവനും 5-ലെ ചൊവ്വ പ്രദാനം ചെയ്യും. പക്ഷേ അവസാനം അവർ തന്നെ പശ്ചാത്താപ വിവശരാകുന്നു, അവർ പശ്ചാത്തപിക്കുന്നു. അതിനാൽ സാമ്പത്തിക വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. ഉദരസംബന്ധമായ രോഗത്തെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട സമയമാകുന്നു കുംഭൻ രാശിക്കാർ. ഗ്യാസ്ട്രോയുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ, അൾസർ, വയറ്റിൽ പുണ്ണ്, ഇതൊക്കെ വരേണ്ടുന്ന സമയമാണ്. ശാരീരികമായി ഉദരരോഗത്തെ വളരെയധികം ശ്രദ്ധിക്കുക. പാദങ്ങൾക്കും വൈകല്യം വരുന്ന സമയമാകുന്നു.
ഈ ചൊവ്വ 5-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സംഗീതജ്ഞരായ വിദ്യാർത്ഥികൾക്കും സംഗീതജ്ഞർക്കും ഈ ചൊവ്വ വളരെ ഗുണമാകുന്നു. ഗാന്ധർവ യുദ്ധകുശലഃ, അപ്പോൾ ഗന്ധർവൻ്റെ വിഷയത്തിൽ സംഗീതാദികളിൽ വളരെയധികം താല്പര്യം ജനിപ്പിക്കും ഈ ചൊവ്വ. അതിനാൽ ആ വിഷയത്തിൽ പരിശ്രമിക്കുന്നവർക്ക് ഈ സമയം വളരെ ഗുണമാകുന്നു. ചൊവ്വക്ക് പലപ്പോഴും ഉപദേശിക്കുക എന്ന ഒരു യോഗം ജ്യോതിശാസ്ത്രത്തിൽ നൽകിയിട്ടുണ്ട്. നല്ല ഉപദേശിയാകാൻ അതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അത് സൂക്ഷ്മമായ ബുദ്ധിയാകുന്നു. ആ രീതിയിൽ തൻ്റെ കരിയർ ഗ്രോത്തിനൊക്കെ ഈ ചൊവ്വ സഹായിക്കും. പക്ഷേ സമയത്ത് ഭക്ഷണം കഴിക്കുക. കാലേ ഹിതമിത ഭൂക്ക്, ആരാണോ കാലത്ത് ഹിതമായത് മിതമായി അല്പമായി ഭുജിക്കുന്നത് അയാളാണ് ആരോഗി. 5-ലെ ചൊവ്വ വരുമ്പോൾ ഭക്ഷണകാര്യത്തിൽ നിയന്ത്രിച്ചില്ലെങ്കിൽ നിങ്ങൾ രോഗിയാകും, ഒരു സംശയവുമില്ല. മറ്റെല്ലാ കാര്യത്തിലും ഇന്ന് കുംഭൻ രാശിക്കാർക്ക് പ്രായണ ഗ്രഹസ്ഥിതി വളരെ അനുകൂലമാണ്. 7-ാം ഭാവത്തിൽ സൂര്യനും ശുക്രനും ബുധനും നിൽക്കുന്നു. ലഗ്നത്തിൽ ശനിയുണ്ട്, ശശമഹായോഗം ചെയ്തു നിൽക്കുന്നു. കുംഭൻ രാശിക്കാർക്ക് പ്രായണ അനുകൂലമായ സമയമാകുന്നു. ഈ ചൊവ്വയ്ക്ക് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക. സ്വന്തം ഗ്രാമത്തിലുള്ള സുബ്രഹ്മണ്യനെ ഭജിക്കുക, അതാണ് ഏറ്റവും വലിയ പരിഹാരം. അദ്ദേഹത്തിന് സുബ്രഹ്മണ്യ പൂജ, കടുംപായസം, അതേ രീതിയിൽ ത്രിമധുരം, പഞ്ചാമൃതം വഴിപാടായി സമർപ്പിക്കുക. നാഗപ്രീതിയുള്ള ക്ഷേത്രമാണെങ്കിൽ സുബ്രഹ്മണ്യനും നാഗവും തമ്മിലുള്ള ആത്മബന്ധം വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്യാം. ഉദാഹരണമായി ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും മണ്ണാർശാലയും വളരെ അടുത്തടുത്തുള്ള ക്ഷേത്രങ്ങളാണ്. അവിടെ ഏത് വഴിപാട് ചെയ്താലും അത് വളരെ ഉത്തമമായി കാണുന്നുണ്ട്. അടുത്തതായി മീനം രാശി. മീനം രാശി എന്നാൽ പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ വരുന്ന 2.25 നക്ഷത്ര കൂട്ടമാകുന്നു മീനം രാശി. ഇന്ന് മീനം രാശിക്കാർക്ക് ചൊവ്വ 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. വിസുഖ പീഡിതമാനസ ചതുർത്ഥേ എന്നാണ് വരാഹമിഹിര ആചാര്യൻ ഫലം പറഞ്ഞിരിക്കുന്നത്. വിസുഖ സുഖം നഷ്ടപ്പെടുക, വിഗത സുഖ യസ്യ സഹ, അപ്പോൾ സുഖം നഷ്ടപ്പെടുക. പീഡിതമാനസം ഏനസഹ, ആരാണോ മനസ്സിന് പീഡിയോടുകൂടിയുള്ള വ്യക്തി ഇരിക്കുന്നത് അയാളെയാണ് പീഡിതമാനസഹ എന്ന് നാം പറയുന്നത്. അതുകൊണ്ട് മനപ്പീഡ, ശാരീരിക ക്ലേശങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വാഹന വിഷയം വളരെ ജാഗ്രത പാലിക്കുക. ഇവിടെ ഭാഗ്യാധിപനായ ചൊവ്വ 4-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ യഥാ ഭൂസുത സംഭവേ തുല്യഭാവേ തഥാ കിം ഗ്രഹ സ്വാനുകൂല ജനാനാം. 4-ൽ ചൊവ്വ നിൽക്കുമ്പോൾ ഒരു ഗ്രഹങ്ങളും ആ വ്യക്തിക്ക് അനുകൂലമായി നിൽക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുഹൃദ്വർഗ സൗഖ്യം എന്ന കിഞ്ചിത് വിചിന്യം കൃപാവസ്ത്രഭൂമിയിൽ ലഭേദ ക്ഷമാവാൽ. സുഹൃത്തുക്കളുമായുള്ള ഫ്രണ്ട്ഷിപ്പ് അത് നിലനിൽക്കുകയില്ലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ശ്രദ്ധിക്കുക. ഊഹക്കച്ചവടം, പങ്ക് കച്ചവടം, വ്യാപാരത്തിൽ ഷെയറായിട്ടുള്ള വിഷയങ്ങൾ ഒക്കെ വളരെ ശ്രദ്ധിക്കുക. പാർട്ട്നേഴ്സ് തമ്മിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഐക്യമത്യ പുഷ്പാഞ്ജലി ചെയ്യുന്ന ഈ സമയത്ത് വളരെ ഗുണമാകുന്നു. കൃപാവസ്ത്രഭൂമിയിൽ ലഭേദ ക്ഷമാവാൽ, രാജാവ് അംഗീകാരം തരുന്നു. ജോലി സ്ഥലത്ത് ചില പ്രത്യേക അധികാരങ്ങളൊക്കെ ലഭിക്കാം. വസ്ത്രവും ഭൂമിയും ലഭിക്കുന്നു. വസ്ത്രം അധികാരത്തിൻ്റെ സിമ്പിളാണ്. നല്ല വസ്ത്രം ധരിക്കുക എന്ന് വെച്ചാൽ നല്ല ജോലിയിലൂടെ പ്രശസ്തി ലഭിക്കുക എന്നർത്ഥം. ഭൂമികാരകനായ ചൊവ്വ ഇവിടെ മീനം രാശിക്കാർക്ക് ഭാഗ്യാധിപനാകുന്നു. ഭൂമിയെ കൊണ്ടുള്ള ഭാഗ്യമുണ്ടാകുന്നു. അതിനാൽ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഈ ചിങ്ങമാസം നിങ്ങൾ ആരംഭിക്കണം. സെപ്റ്റംബർ 17 വരെ ചിങ്ങമാസമാകുന്നു. അതിനാൽ സ്ഥപതിയെ കൊണ്ട് വീടിന് സ്ഥാനം കാണുവാനും കുറ്റിയടിക്കുവാനും കൺസ്ട്രക്ഷനും ഈ മാസം വളരെ അനുകൂലമാകുന്നു. പിന്നെ തുലാമാസം വേണ്ടി വരും. അതിനാൽ ഭൂമി ലഭിക്കുക, ഭൂമിയുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ സക്രിയമാകുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകട്ടെ. ശത്രുദോഷ പരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രുമുട്ട്, അതേ രീതിയിൽ ശാരീരിക ക്ലേശത്തിന് പരിഹാരമായി ദേഹമുട്ട് ഒക്കെ ചെയ്യുക. ഭൂമി ലാഭം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വരാഹമൂർത്തി ക്ഷേത്രത്തിൽ ഭൂമി പൂജ ചെയ്യാം. അത് നല്ലൊരു പരിഹാരമായി തീരുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട മകരം, കുംഭം, മീനൻ രാശിക്കാർക്കും ശോഭനമായ 54 ദിവസങ്ങളെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കാര്യങ്ങൾ ശുഭമായി വരട്ടെ. നന്ദി, നമസ്കാരം.